എന്താ അനിയ ഇതൊക്കെ? കൂടെ പഠിക്കുന്ന ഒരു പെങ്കൊച്ചിനെ, അതും അയൽക്കാരിയായ ഒരു പെങ്കൊച്ചിനെ അപമാനിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് തെറ്റല്ലേ? എന്നെ തെറ്റും ശരിയും പഠിപ്പിക്കാൻ നീ ആരടാ? ഏട്ടൻ. ചവിട്ടി കൊല്ലടായി വലിയേട്ടനെ. അനിയൻ അവിടെ പോയിരിക്കുന്നു. ഞാൻ പറഞ്ഞു അനിയനോട് മാറി. എന്താണ് നിന്റെ അച്ഛന്റെ നമ്പർ? 9846. ഹലോ ഹലോ, ആനന്ദിന്റെ അച്ഛനല്ലേ? അതെ. മകനൊരു വളർത്തുദോഷം കാണിച്ചു. അതിനുള്ള ശിക്ഷ കൊടുത്ത് അവൻ പഠിക്കുന്ന കോളേജിലെ ക്ലാസ് റൂമിൽ കിടത്തിയിട്ടുണ്ട്. വന്ന് കൂട്ടിക്കൊണ്ടുപോയി നേരാവണ്ണം ഉപദേശിച്ചാൽ കിഴക്കേടത്ത ശ്രീധരന്റെ സൽപ്പേര് ഇനി നിലനിർത്താം. നീ ആരടാ? എന്തിന് തെറ്റ് ചെയ്ത അനിയന് ഒരേട്ടൻ എന്ന ശിക്ഷയായിട്ട് കരുതിയാ മതി. ഇപ്പൊ ഞാൻ നിന്നെ തൊട്ട വിവരം പുറത്തു പറഞ്ഞാൽ എനിക്ക് നിന്നെ വീണ്ടും തൊടേണ്ടി വരും. അതൊരു തൊടലായിരിക്കും എല്ലാ അർത്ഥത്തിലും. നിങ്ങൾ ആരാ? എന്തിന്? എന്തിനാ മുളകി കരയണേ? പ്രോഗ്രാമിന് എന്തെങ്കിലും? പ്രോഗ്രാം ഗംഭീരായിരുന്നു. പിന്നെ എന്തിനാണോ ഇവള് കരയുന്നത്? അത് പിന്നെ പറയടാ, എന്താ ഉണ്ടായേ? അപ്പുറത്തെ വീട്ടിലെ ചെക്കൻ ശ്രീബാലയുടെ മെക്കിട്ടുകാരൻ വന്നതിന് നിങ്ങൾ എന്തിനാ ഇവന്റെ മെക്കിട്ടുകാരുന്നത്? അതൊരു നിസ്സാര കാര്യം. എനിക്ക് നിസ്സാര കാര്യമല്ല. കിഴക്കടുത്ത് ആനന്ദം കൂട്ടർ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഈ നിൽക്കുന്ന ഉണ്ണി എന്നെ രക്ഷിച്ചത്. അയ്യോ, ഞാനല്ല രക്ഷിച്ചത്. പിന്നാരാ? കിഴക്കടുത്ത ശ്രീധരൻ, ആനന്ദിന്റെ അച്ഛൻ. ശ്രീധരനോ? അതേന്ന്. ആനന്ദിനെ കൂട്ടിക്കൊണ്ടുപോകാനോ അങ്ങനെ എന്തിനോ കോളേജിൽ വന്നാണ് അദ്ദേഹം. ആ സമയത്താണ് ആനന്ദ് ഈ കുട്ടി സംഘം ചേർത്ത് ആക്രമിക്കുന്നുണ്ടത്. പിന്നെ അദ്ദേഹത്തിന് ഒട്ടും സഹിച്ചില്ല. അതെപ്പോ? ആനന്ദിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് മാറി മാറി അടിച്ചു. എന്നിട്ടും കിട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. ആചാനുബാഹുവായ മനുഷ്യന്റെ മുന്നിൽ ആനന്ദിന് സുഹൃത്തുക്കൾക്കും പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവർ ഓടിക്കളഞ്ഞു. എന്നിട്ട് ആനന്ദിനോട് ഒരു ചോദ്യം. എന്റെ നിന്റെ കൺമുമ്പിൽ കടന്നു വന്ന പെഗുച്ചിനെ ദ്രോഹിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാന്ന്, മനസ്സ് വന്നടാന്ന്. കേട്ടപ്പോ എന്റെ ഒരു രോമം അങ്ങോട്ട് എഴുതിട്ട് കോരിത്തരിച്ചു പോയി. എന്റെ രോമം എഴുന്നേക്കുന്ന കോരിത്തരിക്കുന്ന നിന്നോട് ചോദിച്ചിട്ടാണോ? അല്ല.